Hi, good afternoon. ലാബിൻ്റെ അവറാന്ന് നിങ്ങൾക്കറിയാം. ഓൺലൈനായിട്ട് എന്തായാലും ലാബ് നടക്കൂലല്ലോ. നമുക്ക് കുറച്ച് തിയറി ക്ലാസ് എടുക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. 6 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, ബാക്കിയുള്ളത് ജോയിൻ ചെയ്യട്ടെ. ദേവ് കിരൺ സജിത്ത്. പാർവൺ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് അടിച്ച് വേറെ ആരും കയറാത്തോണ്ടാ. പാർവൺ നേരത്തെ നീ ജോയിൻ ചെയ്തിട്ട് ലെഫ്റ്റ് അടിച്ചു, അതുകൊണ്ട് ചോദിച്ചാ. പുള്ളറോട് ചോദിച്ചു ആരും ഇല്ലേ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ കയറി. ശരി, 10 ആളെയുള്ളൂ. ബാക്കിയുള്ളവരോട് നമ്മൾ പുതിയൊരു മൊഡ്യൂളിലേക്ക് പോവാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. പുതിയ മൊഡ്യൂളിന്റെ പേര് ക്വാണ്ടം മെക്കാനിക്സ്. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ക്വാണ്ടം മെക്കാനിക്സ് എന്ന് കേട്ടിട്ടുണ്ടാകും. വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്? ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ക്വാണ്ടം മെക്കാനിക്സ്. സെക്കൻഡ് വേർഡ് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ദ മെക്കാനിക്സ് ഓഫ് പാർട്ടിക്കിൾസ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എങ്ങനെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, വാട്ട് ഈസ് വെലോസിറ്റി, വാട്ട് ഈസ് ആക്സിലറേഷൻ, വാട്ട് ഈസ് മൊമെന്റം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിച്ചത്? ഇതൊക്കെ നിങ്ങൾ ബേസ് ചെയ്തത് ക്ലാസിക്കൽ മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പഠിച്ചത്. That sort of mechanism is called classical mechanics. Classical mechanics. അല്ലെങ്കിൽ classical mechanics is importantly or generally it is based on Newtonian mechanics. അല്ലെങ്കിൽ classical mechanicsനെ നമുക്ക് വേറൊരു പേര് വെച്ച് വിളിക്കാം, Newtonian mechanics. This Newtonian mechanics says all about the trajectory of a particle or the motion of a particle. ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യാൻ, അതായത് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു ക്രിക്കറ്റ് ബോളോ ഒരു ഫുട്ബോളോ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ കാണുന്ന ഒരു കാർ, ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ, ഇതിൻ്റെയൊക്കെ മോഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടൈം ടി കഴിഞ്ഞ് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റൈൽ, നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു റോക്കറ്റ്, ഏതായിരിക്കും അതിൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും, വാട്ട് ഈസ് ഇറ്റ് ഫോഴ്സ്, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്തതായിരുന്നു ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ സ്പൈൻ അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നതിന് എന്താ? ന്യൂട്ടൻ്റെ 3 ലോസ് ആണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അറിയാം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അറിയാം, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഫസ്റ്റ് ക്ലാസ് മുതൽ ഞാൻ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന്. അലോക്, വാട്ട് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? അലോക് പ്രകാശ് ക്ലാസ്സിൽ കയറിയിട്ട് ഉറങ്ങാൻ പോയോ അലോക്? ന്യൂട്ടൺ സെക്കൻഡ് ലോ
അലോക്, ന്യൂട്ടൺ സെക്കൻഡ് ലോ. അല്ലെങ്കിൽ വേണ്ട, പുതിയ വന്നോണ്ട് വിളിക്കാം. അജയ് ഷാജി, വോയിസ് ഓൺ ആക്ക്. അജയ് ഷാജി. അജയ് ഷാജി, എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു റെസ്പോൺസ് ഇല്ലാത്തവർക്ക് അറ്റൻഡൻസ് തരൂല, നിങ്ങൾ ക്ലാസ്സിൽ കയറിയതിന് വെറുതെ ആവും. സോ റെസ്പോണ്ട് ചെയ്യ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. അജയ് ഷാജി. ന്യൂട്ടൺ സെക്കൻഡ് ലോ. അറിയില്ല സാർ. അടിപൊളി, നല്ല കാര്യം. അലോക്കെ അറിയോ ന്യൂട്ടൺ സെക്കൻഡ് ലോ? അറിയോ? അലോക്ക് ലെഫ്റ്റ് ആയിക്കൊണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേ ലെഫ്റ്റ് ആവുന്നു. വേറെ ആരാ ഉള്ളത്? പ്രത്യുഷ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ. പ്രത്യുഷ, എഫിക്കൽ ടു ഓക്കെ. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം എ. ഒരു ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മാസിന്റെയും ആക്സിലറേഷന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും, എഫ് ഈക്വൽ ടു എം എ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു ചെറിയ ബോളിന്റെ മൂവ്മെന്റ് മുതൽ, അതായത് നമ്മളൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് എത്ര സമയം കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും, അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് എന്താണ്, അതിന്റെ മൊമെന്റം എന്താണ്, അത് മുതൽ ഇനി ഒരു മൂണിലേക്കുള്ള റോക്കറ്റ് ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡിയിലേക്ക് റോക്കറ്റ് ലോഞ്ച് ചെയ്തു, ഇതിന് എടുക്കുന്ന അത് അതിന്റെ ഓർബിറ്റിൽ എടുക്കുന്ന സമയം എന്താണ്, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്താണ്, പല കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താ, മെയിൻലി ന്യൂട്ടൺ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി പറയാം, റിയൽ ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ്. റിയൽ ലൈഫിൽ കാണുന്ന പാർട്ടിക്കിൾസിന്റെ, ഒബ്ജക്റ്റിന്റെ മെക്കാനിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പല പ്രോപ്പർട്ടീസും നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആറ്റോമിക് സ്കെയിലിലേക്ക് വരുമ്പോൾ, അതായത് മോളിക്കുലാർ സ്കെയിലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വാട്ട് ഹാപ്പൻസ്, ദ സൈസ് ഓർ ദി മാസ് ഓഫ് ദി ഒബ്ജക്ട് ബിക്കം വെരി വെരി ലോ. നമുക്കറിയാം ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ദ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് some 9.1 into 10 raised to minus 31 kilogram. അതായത് 10 raised to minus 31 എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് 0.31 zeros. That means the mass of this electron is very 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 low. And also what is the mass of a proton, അല്ലെങ്കിൽ what is the mass of hydrogen atom? ഇതൊക്കെ വളരെ ചെറുതാണ്. So the mechanics or the motion or the properties of such particles, അതായത് ആറ്റോമിക് സ്കെയിലുള്ള, ന്യൂക്ലിയർ സ്കെയിലുള്ള ഒരു ന്യൂക്ലിയസിനുള്ള പാർട്ടിക്കിൾ, ഒരു ആറ്റത്തിനുള്ളിലെ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനുള്ളിലെ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഓർ എ മോളിക്യൂൾ ഇറ്റ് സെൽഫ്, അതിൻ്റെയൊക്കെ ട്രാജക്ടറി, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, മൊമെന്റം, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി തുടങ്ങിയ പല പ്രോപ്പർട്ടീസും നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് ഡീൽ ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് ഇത് ഡീൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും. എക്സ്പെരിമെന്റിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഓർഡർ ടു predict the properties or the characteristics of particles in scale, atomic or molecular scale, അല്ലെങ്കിൽ സൈസ് വളരെ കുറവുള്ള മാറ്ററിന്റെ, പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിന്റെ, ഇലക്ട്രോൺ, പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ ഒക്കെ തുടങ്ങിയ ഒബ്ജക്ട്സിന്റെ മോഷനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുന്ന, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുന്ന മെക്കാനിക്സിന്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ പഠിക്കും. അത് എനർജി ഒക്കെ നിങ്ങൾ ഡിറൈവ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം എന്ന് പറയുന്ന ടേം വന്നത് നിങ്ങൾ പഠിക്കും. നൗ ഇത്രമാത്രം മനസ്സിലാക്കുക, ചെറിയ സൈസുള്ള, ചെറിയ മാസുള്ള ഒബ്ജക്ട്സിന്റെ പാർട്ടിക്കിൾസിന്റെ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. സോ ഇൻ ഓർഡർ ടു study quantum mechanics, the first concept is de Broglie hypothesis. De Broglie wave hypothesis. സോ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ മുഴുവൻ എന്താണ് പഠിച്ചത്? ലൈറ്റ് എന്താണെന്ന് പഠിച്ചത്. വാട്ട് ഈസ് ലൈറ്റ്? കഴിഞ്ഞ മൊഡ്യൂളിൽ മുഴുവൻ നമ്മൾ ലൈറ്റ് എന്താണെന്നാണ് പഠിച്ചത്. എവിടെയല്ലേ അഭിജിത്ത് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ അഭിജിത്ത്? ഹലോ. കഴിഞ്ഞ മൊഡ്യൂളിൽ
കഴിഞ്ഞ മൊഡ്യൂൾ മുഴുവൻ ഞാൻ പറഞ്ഞത് ലൈറ്റ് എന്താണെന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ലൈറ്റ് അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ? ലൈറ്റ് ട്രാവലിംഗ് ഒരു മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്ന എന്താണ് ലൈറ്റ്? വാട്ട് ഈസ് ലൈറ്റ്? പാർട്ടിക്കിൾ വേവ് ഓക്കെ, അല്ല വേവ് വേവ് അല്ലേ? അതെ. ഓക്കെ, അതായത് ഒരു മീഡിയത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവ് ആണ് ലൈറ്റ് എന്ന് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഹൈജൻസ് വേവ് തിയറി വേവ് ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ വേവ് ആണ്, ലൈറ്റ് ഒരു വേവ് ആണെന്നുള്ള ഹൈപ്പോത്തിസിസ് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ലൈറ്റ് കാണിക്കുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാ? ഇന്റർഫറൻസ്. ലൈറ്റ് കാണിക്കുന്ന ചില ഫിനോമിനൻസ് ആണ്. ഒന്ന് ഇന്റർഫറൻസ്, പിന്നെ നമ്മൾ പഠിച്ചു ഡിഫ്രാക്ഷൻ. ഇതൊക്കെ ആരാ കാണിക്കുന്നത്? ഇതൊക്കെ വേവ് ഫിനോമിനൻ ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ വേവ് പ്രോപ്പർട്ടീസ് ആണ്. ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ മതി. ഇഫ് ലൈറ്റ് ഈസ് ഓൺലി എ വേവ് then we can say ലൈറ്റ് വേവ് ആണെന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ മാത്രമേ ലൈറ്റിന്റെ ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ പോലുള്ള ഫിനോമിനൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വി അസ്യൂം ദാറ്റ് ലൈറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ്. ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് തന്നെയാണെന്ന് അസ്യൂം ചെയ്യും. ബട്ട് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് അനദർ എക്സ്പെരിമെന്റ്. നമ്മൾ ഇന്റർഫറൻസും ഡിഫ്രാക്ഷനൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആണ്. ലെറ്റ്സ് ടേക്ക് അനദർ എക്സ്പെരിമെന്റ് വിച്ച് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന എക്സ്പെരിമെന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്ന് ഉള്ള കാര്യം ഇവിടെ. When studying photoelectric effect or when discovering the theory behind photoelectric effect, we will get a result which says light is a particle. Photoelectric effect എന്ന ഫിനോമിനൻ ലൈറ്റ് കാണിക്കണമെങ്കിൽ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആയേ മതിയാകും. ലൈറ്റ് ഒരു വേവ് ആണെന്ന അസംഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. സോ ദാറ്റ് മീൻസ് ആ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ. അങ്ങനെ മറ്റു പല എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ലൈറ്റ് പാർട്ടിക്കിൾ ആണ്, ലൈറ്റ് ഒരു പാർട്ടിക്കിളായി മാത്രം ലൈറ്റിനെ അസ്യൂം ചെയ്താൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റു പല എക്സ്പെരിമെന്റ്സ് ഉണ്ട്. സോ നമ്മൾ കണ്ടു ഇന്റർഫറൻസും ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ലൈറ്റ് വേവ് ആണെന്ന് നമ്മൾ മനസ്സിലാവും. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ട് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്തു? ലൈറ്റ് വേവ് ആണ്. മറ്റു ചില എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലുള്ള എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ വി അസ്യൂം ദാറ്റ്, we will think that or we will reach an assumption that light is a wave, transverse light is a particle. So ഇതൊരു കാര്യം, ഈ ഒരു ഡിലമ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം തരുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് അറിയാം. This says that based on the experiments we are conducting, light is both a wave and particle. നമ്മൾ ഏത് എക്സ്പെരിമെന്റ് ആണോ കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ലൈറ്റ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? വേവ് ആയിട്ടും ബിഹേവ് ചെയ്യും, പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യും. അതായത് ഇഫ് വി ആർ കണ്ടക്ടിങ് എക്സ്പെരിമെന്റ്സ് ലൈക്ക് ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ പോലുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ ലൈറ്റ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? വേവ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനിയല്ല നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണെന്ന് വിചാരിച്ചോ. സോ ആ ഒരു കേസിൽ ലൈറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും? പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യും. ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ ഡ്യുവൽ ബിഹേവിയറിനെയാണ് നമ്മൾ വിളിക്കുന്നത് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്താ? ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ്സ് വി ആർ കണ്ടക്ടിങ്, ലൈറ്റ് ക്യാൻ ബിഹേവ് ആസ് ബോത്ത് വേവ് ആൻഡ് പാർട്ടിക്കിൾ. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ലൈറ്റിന് വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യാൻ സാധിക്കും. And that this duality, this dual behavior of light based on the experiments or based on the conditions it suffer is called wave particle duality. സോ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് മനസ്സിലായി? ലൈറ്റ് വേവ് ആണെന്നും പറയാൻ പറ്റില്ല, പാർട്ടിക്കിൾ ആണെന്നും പറയാൻ പറ്റില്ല. ലൈറ്റ് എന്താ? ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ആണ്. ലൈറ്റ് ഈസ് ബോത്ത്. ലൈറ്റ് ഒരു വേവും ആണ്, പാർട്ടിക്കിളും ആണ്. Light is both a wave and particle. And this is a well established experimental fact. ഈ ലൈറ്റിന്റെ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ എക്സ്പെരിമെന്റൽ ഫാക്ട് ആണ്. കാരണം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ്, വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി കാണുന്നുണ്ട്. സോ ഈ ഒരു റിസൾട്ട് വന്നപ്പോഴത്തേക്കും, അതായത് ഈ ഒരു റിസൾട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പ്രചരിച്ചപ്പോഴത്തേക്കും അനദർ യങ് സയന്റിസ്റ്റ് കോൾഡ് ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരു യങ് സയന്റിസ്റ്റ്, ഹി പ്രൊപ്പോസ്ഡ് ദാറ്റ് why
പാർട്ടിക്കിൾ ക്യാൻ ബിഹേവ് as both വേവ് ആൻഡ് പാർട്ടിക്കിൾ. ലൈറ്റിന് വേവ് ആയിട്ടും, അതായത് വേവ് പ്രോപ്പർട്ടി കാണിച്ചിരുന്നത്, നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് അസ്യൂം ചെയ്തിരുന്ന ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, why a particle like electron or proton can behave as wave? അതായത് നമ്മൾ ലൈറ്റ് എന്താണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അക്കോർഡിംഗ് ടു ഹൈജൻസ് തിയറി നമ്മൾ ലൈറ്റ് ഒരു വേവ് ആണെന്ന് അസ്യൂം ചെയ്തു. വേവ് ആണ്, ശരിയാണ്, വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഷോസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്, ബട്ട് ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റ് ഇറ്റ് ക്യാൻ ബിഹേവ് as both വേവ് ആൻഡ് പാർട്ടിക്കിൾ. ആ വേവിന് എന്താണ്, പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും, ലൈറ്റ് വേവിന്. സോ ലൂയിസ് ഡി ബ്രോഗ്ലി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. ലൂയിസ് ഡി ബ്രോഗ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, then why ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ, അതായത് സ്മോൾ സ്കെയിലുള്ള, അതായത് പാർട്ടിക്കിൾ ബിഹേവിയർ, നമ്മൾ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുന്നത്, ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? We think that electron is a particle. Yeah, we know that electron is a particle. So we know that proton is a particle. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും പാർട്ടിക്കിൾ ആണെന്ന് നമുക്കറിയാം. But Louis de Broglie asked, what if particle shows wave behavior? Based on the experiment, what if this particle shows wave behavior? അതായത് ലൈറ്റ് അതിന്റെ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി കാണിച്ചത്. സിമിലർലി എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു പാർട്ടിക്കിളിന് എന്താ വേവ് ബിഹേവിയർ കാണിക്കാൻ പാടില്ലേ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ലൂയിസ് ഡി ബ്രോഗ്ലി. സോ ഇൻ ഓർഡർ ടു ചെക്ക് ദാറ്റ്, അത് ചെക്ക് ചെയ്യണമെങ്കിൽ, ഓക്കെ, പാർട്ടിക്കിൾ ഇലക്ട്രോൺ വേവ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ? കണ്ടക്ട് ദ എക്സ്പെരിമെന്റ്സ് വിച്ച് ഷോസ് ദി വേവ് പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വേവ് പ്രോപ്പർട്ടി കാണിച്ച എക്സ്പെരിമെന്റ്സ് ഇലക്ട്രോണിന്റെ കേസിൽ ചെയ്തു നോക്കുക. സോ ഫസ്റ്റ് വൺ ഈസ് വാട്ട്? ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആയിരുന്നു. സോ ടേക്ക് സം മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് and pass it through a double slit. ഒരു ഡബിൾ സ്ലിറ്റിൽ കൂടി ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ലെങ്കിൽ രണ്ട് കൊഹറന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് പാസ് ചെയ്തിട്ട്, ഇഫ് വി ഒബ്സർവ് ദാറ്റ് ഇൻ എ സ്ക്രീൻ, നമ്മളൊരു സ്ക്രീനിൽ അത് ഒബ്സർവ് ചെയ്യാണെന്ന് വെച്ചാൽ, ഇഫ് യു ഒബ്സർവ് ദ റിസൾട്ട് ഇൻ എ സ്ക്രീൻ, വാട്ട് വി വിൽ ഒബ്സർവ്? വി വിൽ സി എ സെൻട്രൽ മാക്സിമ. നമ്മൾ എന്ത് ചെയ്തു? വി ക്യാൻ ഒബ്സർവ് ഇന്റർഫറൻസ് പാറ്റേൺ. നമുക്കൊരു ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി. എങ്ങനെ? ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി. ഇനിയല്ല, സിംഗിൾ സ്ലിറ്റിൽ കൂടിയാണ് നമ്മൾ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യിക്കുന്നെങ്കിൽ, ഇഫ് വി പ്രൊപ്പഗേറ്റ് ഒരു ഇൻസിഡന്റ് ലൈറ്റ് ത്രൂ എ സിംഗിൾ സ്ലിറ്റ്, നമുക്ക് എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സി എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇത് ലൈറ്റിന്റെ കേസിൽ, ബിക്കോസ് ലൈറ്റ് ഒരു വേവ് ആയതുകൊണ്ടാണ് ഇന്റർഫറൻസ് പാറ്റേൺ, ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. ഇലക്ട്രോൺ വേവ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ to check the wave behavior of an electron അല്ലെങ്കിൽ proton, just propagate or just incident a bunch of electrons to double slit അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ലിറ്റിലേക്കോ ഡബിൾ സ്ലിറ്റിലേക്കോ ഇലക്ട്രോണെ കടത്തി വിട്ടാൽ മതി. If we see an interference pattern of ഇലക്ട്രോണിന്റെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ, ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, we can say this electron shows wave property. അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, യെസ്, വി ക്യാൻ സേ ഇലക്ട്രോൺ ഷോസ് വേവ് പ്രോപ്പർട്ടി. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കേസിലെങ്കിലും ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ച ഇലക്ട്രോൺ എന്താണ്, വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും, നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ കേസ്. അങ്ങനെ എക്സ്പെരിമെന്റ്, സോ ദിസ് എക്സ്പെരിമെന്റ് ഈസ് കണ്ടക്ടഡ് ആൻഡ് ദാറ്റ് എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ഡേവിസൺ-ജർമർ എക്സ്പെരിമെന്റ്. Germer electron diffraction experiment. So what they observed, Davison and Germer എന്ത് ചെയ്തു? ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് ചെയ്തു. അതായത് ഒരു സിംഗിൾ സ്ലിറ്റിൽ കൂടി അല്ലെങ്കിൽ ഡബിൾ സ്ലിറ്റിൽ കൂടി ഇലക്ട്രോണിനെ, ഒരു ബഞ്ച് ഓഫ് ഇലക്ട്രോണിനെ, ഓർ ദേ ഇൻസിഡന്റ് എ ബീം ഓഫ് ഇലക്ട്രോൺ ത്രൂ എ സിംഗിൾ സ്ലിറ്റ് ഓർ ഡബിൾ സ്ലിറ്റ്, ആൻഡ് ദേ ഒബ്സർവ്ഡ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇൻ ദ സ്ക്രീൻ. അവരെന്താണ്, അവരുടെ സ്ക്രീനിൽ എന്തോ ഒബ്സർവ് ചെയ്തത്? ദേ ഒബ്സർവ്ഡ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. അത് ഇലക്ട്രോൺ ഒരു സിംഗിൾ സ്ലിറ്റിൽ കൂടി ഇലക്ട്രോൺ പാസ് ചെയ്താൽ നമ്മൾ എന്താ വിചാരിക്കുക? പാസ് ചെയ്യുന്ന ഇലക്ട്രോൺ മൊത്തം സെന്ററിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്. വി വിൽ expect the accumulation of electron in this central spot, but in reality the result of experiment was the accumulation of electron
was in the form of a diffraction pattern. Electron വന്ന് ഈ സ്ക്രീനിൽ അക്യുമുലേറ്റ് ചെയ്തത് എന്താ, ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ രൂപത്തിലായിരുന്നു. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഓർ സച്ച് പാർട്ടിക്കിൾസ് വിച്ച് സച്ച് എ ലോ ഓഫ് മാസ് കുറഞ്ഞ അതുപോലുള്ള പാർട്ടിക്കിൾ എന്താ, ഇറ്റ് ഷോസ് വേവ് ബിഹേവിയർ. ഈ എക്സ്പെരിമെന്റിൽ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡെഫിനറ്റ്ലി മീൻസ് നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന എന്താണോ അതൊരു വേവ് ആണ്. സോ ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഈസ് എ വേവ്. ഇലക്ട്രോണിന് വേവ്, ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആണ്. ഇലക്ട്രോൺ ഷോസ് എ ലോട്ട് ഓഫ് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ്, ബട്ട് ഇലക്ട്രോൺ ഒരു വേവ് കൂടിയാണെന്ന് നമുക്ക് എക്സ്പെരിമെന്റ് വെച്ച് മനസ്സിലായി. So now that de Broglie's wave hypothesis is experimentally verified. So ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താ, ഡി ബ്രോഗ്ലിയുടെ വേവ് ഹൈപ്പോത്തിസിസ് എന്താ, എക്സ്പെരിമെന്റലി വെരിഫൈഡ് ആണ്. ഡി ബ്രോഗ്ലി എന്താ പറഞ്ഞ, ഇഫ് ലൈറ്റ് ക്യാൻ ബിഹേവ് ബോത്ത് as വേവ് ആൻഡ് പാർട്ടിക്കിൾ, ലൈറ്റിന് വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ why not electrons, why not particles? Now that is experimentally tested or verified by Davison-Germer experiment. And also mathematically de Broglie said that the wavelength of such a particle is given by lambda is equal to h by p. That means if we have a particle with momentum p moving along, say, some x-axis, positive x-axis in moving in the particle and with momentum p, or say with mass m ഉള്ള ഒരു particle, a particle or an electron with mass m is moving in some direction with some velocity v. Mass m ഉള്ള ഒരു പാർട്ടിക്കിൾ എന്താ, ഒരു ഡയറക്ഷനിൽ വെലോസിറ്റി v എന്ന വെലോസിറ്റിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. Now de Broglie said that, de Broglie എന്താ പറഞ്ഞ, ഈ പാർട്ടിക്കിളെ വേവ് പ്രോപ്പർട്ടി കാണിക്കും. And the wave property means what is the one of the main wave property? Wave property എന്ന് കാണിക്കും പറയുമ്പോൾ there should be a wavelength. Electron ഒരു വേവ് ആണ്, so there will be a wavelength. That wave is given as lambda is equal to h by p. What is h? H is the Planck's constant. H is the Planck's constant. P is the momentum of particle. P is the momentum of particle. Or what is momentum? Momentum നമുക്ക് മാസും വെലോസിറ്റി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? P is equal to mv. So lambda is equal to h by mv. M is the mass of particle. Mass of particle. And v is the velocity. So equation note down ചെയ്തു വെച്ചോ. This is the de Broglie's wavelength. This is very important. Quantum mechanics in the starting step ആണ് de Broglie wave hypothesis. De Broglie wavelength of a particle with mass m and velocity v, or with momentum p. De Broglie wavelength lambda is equal to h by p, or it is given as h by mv. Lambda is equal to h by p. What is h? H എന്ന് പറയുന്നത് Planck's constant ആണ്. Planck's constant ആണ്, and the value of Planck's constant is h is equal to 6.62 into 10 raised to minus 34 joule second. Joule second is the unit of Planck's constant. Okay, so this is important. ഇത് നോട്ട് ഡൗൺ ചെയ്തെടുത്തോ, എഴുതിയെടുത്തോ. De Broglie's wavelength lambda is equal to h by p is equal to h by mv. സോ ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യും അടുത്ത ക്ലാസ്സിൽ. ഇപ്പം ഇനി ഒരടുത്ത അവറും കൂടി ഇല്ലേ, സോ ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യും. സോ ഇത് എഴുതിയെടുക്കുക, ഇത് ആവശ്യം വരും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടെക്സ്റ്റിലാണ്, ടെക്സ്റ്റിലെ പേജ് നമ്പർ 121. ഓക്കെ, ദിസ് ഈസ് de Broglie's വേവ് ലെങ്ത്. അതായത് മാസ് എം ഉള്ള
വെലോസിറ്റി വിയിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ അതിനോട് അസോസിയേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് ഡി ബ്രോഗ്ലി പറഞ്ഞു വാട്ട് ഈസ് ദ പ്രൊപ്പോസൽ ഓഫ് ഡി ബ്രോഗ്ലി. ഡി ബ്രോഗ്ലിയുടെ പ്രൊപ്പോസൽ എന്തായിരുന്നു? ഒരു പാർട്ടിക്കിൾ, ഒരു മാസ് എം ഉള്ള ഒരു പാർട്ടിക്കിളിന് അതൊരു വേവ് ആയിട്ടും ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ വേവിന്റെ വേവ് ലെങ്ത് എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു h by p or h by mv. h by p ആണെങ്കിൽ p is the momentum of that particle. h by mv ആണെങ്കിൽ m is the mass of the particle and v is the velocity of the particle. Now we are assuming an electron. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോൺ assume ചെയ്തു. Now assume that an electron of mass m and charge E is subjected to a potential difference of V. അതായത് there is a potential difference of V. Consider നമുക്ക് രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. The potential difference between this charged plates, ഒരു പ്ലസ് ആൻഡ് മൈനസ് ആണെന്ന് വിചാരിക്കാം, is V. And we have an electron in this field. We have an electron in this field with charge E, and this electron is moving towards the positive charge. Electron എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യുന്നു with some velocity V. Now what will be the kinetic energy of a particle with mass m and velocity v? Kinetic energy എങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രോണിന്റെ kinetic energy എന്തായിരിക്കും? What is the kinetic energy? Kinetic energy of a particle with mass m and velocity v. നന്ദന, മാസ് m ഉള്ള വെലോസിറ്റി v ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യും? കൈനറ്റിക് എനർജിയുടെ ഡെഫിനിഷൻ ദാറ്റ് മീൻസ് ഒന്നുമില്ല, എക്സ്പ്രഷൻ പറഞ്ഞാൽ മതി. m ആണ് മാസ്, v ആണ് വെലോസിറ്റി. എനിക്കിവിടെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. വേറെ ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? നന്ദന പറയുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഇട്ടോ നന്ദന പറയുന്നുണ്ടോ? ശരി, ഇതാരാ? വൈഷ്ണവ് കെ പി. ഓക്കെ, യെസ്, ഹാഫ് എം വി സ്ക്വയർ. Half mv square. And also we know that ഈ ഒരു പാർട്ടിക്കിളിന് എനർജി കൊടുക്കുന്ന ആരാ, അല്ലെങ്കിൽ എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാ? ഇവിടെ ഒരു രണ്ട് ചാർജ്ഡ് പ്ലേറ്റുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായത് കൊണ്ടാണ് ചാർജ് ഇ ഉള്ള ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. സോ ദി എനർജി ഡ്യൂ ടു ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാൻ ബി റിട്ടൺ ആസ് ചാർജ് ഇൻറ്റു, നമുക്കറിയാം എനർജി ഈസ് ഗിവൺ ആസ് ക്യു വി, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ വി. ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തന്നെ കാരണം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിയാണ്, ദാറ്റ് ഈസ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇ വി. So that is the kinetic energy. So half mv square equal to ev. That means from this velocity v is equal to, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അല്ലെങ്കിൽ v square equal to 2 into 2 multiply 2 ev by m, or v is equal to velocity of that electron is equal to root of 2 ev by m. Okay. Now we know that the de Broglie wavelength of a particle with mass m, mass m ഉള്ള വെലോസിറ്റി v ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് എത്രയാണ്? h by mv. വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് h by m ഇൻറ്റു വിക്ക് പകരം റൂട്ട് ഓഫ് 2ev ഡിവൈഡഡ് ബൈ m. So that is equal to h by root 2 mev. എമ്മും റൂട്ട് എമ്മും ക്യാൻസൽ ആയിട്ട് ഇവിടെ ഒരു റൂട്ട് എം മാത്രം ബാക്കിയാവും. സോ റൂട്ട് എം ഇൻറ്റു റൂട്ട് 2 ev, ദാറ്റ് ഈസ് റൂട്ട് 2m ev. സോ ദിസ് ഈസ് ദ wavelength, de Broglie wavelength of an electron.
de Broglie wavelength of an electron moving through a potential difference V. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയിൽ കൂടി വെലോസിറ്റി വീൽ മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താ h/2m/eV. ഇനി പറഞ്ഞ എച്ച് കോൺസ്റ്റന്റ് ആണ്. എച്ചിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 6.16 × 10⁻³ ജൂൾ സെക്കൻഡ്. മാസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ മാസ് എത്രയായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. m(e) is equal to 9.1 × 10⁻31 കിലോഗ്രാം. ഓൾസോ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? വാട്ട് ഈസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ? 1.6 × 10⁻19. ചാർജിന്റെ യൂണിറ്റ് എന്താ? വൈഷ്ണവ, ചാർജിന്റെ യൂണിറ്റ് എന്താ? ചാർജിന്റെ ചാർജ് ചാർജിന്റെ പ്ലസ് ക്യൂ. അതെന്താ സംഭവം? അല്ല, മാറിപ്പോയി. അഭിറാം ഉണ്ടോ ക്ലാസ്സില്? അഭിറാം ഇല്ല. സായുണ്ട്, സായൻ സുരേഷ്. സായന്റെ ക്ലാസ്സിലുണ്ടോ? സായന്തില്ല. ആദിത്യ. അപ്പൊ നിന്നല്ലേ ഞാൻ ആദ്യം വിളിച്ച അഭിറാം? എനിക്ക് കിട്ടിയിട്ടില്ലേ? റെസ്പോണ്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല റെസ്പോണ്ട് ചെയ്യണം. ചാർജിന്റെ യൂണിറ്റ് അറിയാം എനിക്ക്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? ജൂള്. അടിപൊളി. ആദിത്യ ബാബുരാജ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? ആദിത്യ റെസ്പോണ്ട് ചെയ്യ. ആദിത്യ. അറിയില്ല. ബാക്കിയുള്ളവരാ? ബിദിൽ രാജ്. ബിദിൽ രാജ്. ഹലോ. ചാർജിന്റെ യൂണിറ്റ് കൊളംബ് കൂളം. ദാറ്റ് ഈസ് ഇറ്റ്. ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്. So charge of electron is 1.6 × 10⁻13 കൂളം. So Z. സോ എച്ച് കോൺസ്റ്റന്റ് ആണ്. മാസിന് വാല്യൂ അറിയാം, ഇലക്ട്രോണിന്റെ വാല്യൂ അറിയാം. സോ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ്, ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മാസ് ഓഫ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു 12.3/√V ആംസ്ട്രോങ്. 12.3 ആംസ്ട്രോങ്/√V. ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാട്ട് ഈസ് ആംസ്ട്രോങ്? ഞാൻ ആംസ്ട്രോങ്ങിന്റെ ഇമ്പോസിഷൻ തന്ന ഒരാളുണ്ടല്ലോ, പാർവൺ അല്ലേ ഇത്? പാർവൺ അല്ലേ ഞാൻ ഇമ്പോസിഷൻ തന്ന ആംസ്ട്രോങ്? ആംസ്ട്രോങ് പാർവൺ അല്ല, അലോക്കിനാണോ? അലോക് പ്രകാശ്, അലോക് ആണോ? ഞാൻ ഈ ക്ലാസ്സിൽ ആർക്കാണ് 1 ആംസ്ട്രോങ് = 10⁻10 മീറ്റർ എന്ന് എഴുതി 10 പ്രാവശ്യം എഴുതി തരാ? അലോക് ആണോ? എത്രയാ ഒരു ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് അലോക്? ഒരു ആംസ്ട്രോങ്, 1 ആംസ്ട്രോങ് എത്ര മീറ്റർ ആണ്? ഓക്കെ, ദാറ്റ് മീൻസ് 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ആണ്. സോ de Broglie wavelength of an electron which is traveling through a potential V, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V ലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ de Broglie wavelength എന്താ? It is given as 12.3/√V ആംസ്ട്രോങ്. സോ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നു, വിക്ക് ഒരു വാല്യൂ തന്നു, 10 വോൾട്ട് തന്നു കഴിഞ്ഞാൽ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 10⁻10 ചെയ്യണം, കാരണം ആംസ്ട്രോങ് ആണ്. ഇപ്പൊ 5 വോൾട്ട് ആണെങ്കിൽ വിക്ക് വരും √5 ഇൻറ്റു 10⁻10, കാരണം ദിസ് ഈസ് ഇൻ ആംസ്ട്രോങ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് 12.3/√ എടുക്കാം. 5 ആണെങ്കിൽ √5, എന്നിട്ട് വി ക്യാൻ സേ ഇൻ ആംസ്ട്രോങ്. ഇതിനൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചോ, 7.3. സോ ദാറ്റ് മീൻസ് 7.3 ആംസ്ട്രോങ് ആണ് എന്ത്? The de Broglie wavelength of that electron.
സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ ഇന്ന് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ മൊഡ്യൂളാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ മൊഡ്യൂളിന് 2 ഭാഗങ്ങളുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഫസ്റ്റ് പാർട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് നാനോ ടെക്നോളജി. ഫസ്റ്റ് പാർട്ട്. സോ വാട്ട് ഈസ് ദ ബേസിക് concept of quantum mechanics? Basic concept of quantum mechanics is de Broglie wave hypothesis. അതിനു മുമ്പ് എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്, എന്തിനാണ് ക്വാണ്ടം മെക്കാനിക്സിന് ആവശ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. കാരണം in order to determine or to predict the characteristics of particles with low mass and size, സൈസും മാസൊക്കെ വളരെ കുറഞ്ഞ ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ പാർട്ടിക്കിൾസിന്റെ മെക്കാനിക്സ്, മോഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് ജനറൽ ആയിട്ടുള്ള ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചൊന്നും പറ്റില്ല. ദിസ് ഓൺലി ക്യാൻ ബി അറ്റൈൻഡ് ബൈ എ സ്പെഷ്യൽ തിയറി ഓഫ് മെക്കാനിക്സ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം മെക്കാനിക്സ്. സോ അതിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലീസ് വേവ് ഹൈപ്പോത്തിസിസ് ആണ്. വാട്ട് ഈസ് ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തിസിസ്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തിസിസ് എന്തായിരുന്നു അത്? കാരണം ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് ലൈറ്റ് ഷോ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി, ലൈറ്റ് വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ പാർട്ടിക്കിളിന് വേവ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റൂലേ? യെസ്, ദേ ക്യാൻ ഓൾസോ ബിഹേവ് ആസ് വേവ്. പാർട്ടിക്കിൾ ആണ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ മോളിക്കുലാർ സ്കെയിലുള്ള അറ്റോമിക് സ്കെയിലുള്ള പാർട്ടിക്കിൾസിന് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ്പെരിമെന്റ്. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത്, വെരിഫൈ ചെയ്തത് ബൈ ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് വഴിയായിരുന്നു. സോ ആൻഡ് ദ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡി ബ്രോഗ്ലീസ് വേവ് ഹൈപ്പോത്തിസിസ്, ഡി ബ്രോഗ്ലിയുടെ വേവ് ഹൈപ്പോത്തിസിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓക്കെ, ഒരു പാർട്ടിക്കിൾ, സം പാർട്ടിക്കിൾ ഓഫ് വിത്ത് സം മാസ്, ഒരു പാർട്ടിക്കിളിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു, അതിന്റെ മാസ് m ആണെന്ന് വിചാരിക്കുക, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. ദെൻ ദ വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് വേവ്. നമ്മൾ പറഞ്ഞല്ലോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വേവും കൂടിയാണ്. വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ആയതുകൊണ്ട് പാർട്ടിക്കിൾ ഈസ് ഓൾസോ വേവ്. വേവ് ആണെങ്കിൽ അതിന് വേവ് ലെങ്ത് ഉണ്ടാവും. സോ ദാറ്റ് വേവ് ലെങ്ത് ഈസ് ഗിവൺ as ലാംഡ. ഓർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ വിത്ത് മാസ് m ഈസ് ഗിവൺ as ലാംഡ ഈസ് ഈക്വൽ ടു h/mv അല്ലെങ്കിൽ h/p, where p is the momentum. Or if we are assuming an electron which is traveling through a potential v, potential difference v യിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോണിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്തെടുത്തു. The de Broglie wavelength associated with that electron is given as 12.3/√v Armstrong. So that's it. ഇതാണ് തിയറി. നമുക്ക് അടുത്ത ക്ലാസ്സിന്റെ ടൈം ഒക്കെ ഇറങ്ങും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. സോ ഇത് മനസ്സിലായെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അറ്റൻഡൻസ് പറയാം, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. 1. absent. അഭിജിത്ത് absent. 2 absent. 3. Present. 5. 7. 8. 9. 10. 11. 12. ഹലോ സാർ, ആ 2 പ്രസന്റ് ആണ്. നേരത്തെ പാർട്ട് കേട്ടില്ല, എന്നിട്ട് ഒന്നും കൂടി റീജോയിൻ ചെയ്ത്. ഓക്കെ 12 absent. ഓക്കെ 13. 13. 14. 15. 16. ഞാൻ 12 ആണ് അബ്സെന്റ് ആയിട്ട് മാർക്ക് ചെയ്തത്. അടുത്ത അവറിന്റെ ടൈം അറിയാലോ, അതിന് കറക്റ്റ് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുമ്പോൾ അല്ലേ ജോയിൻ ചെയ്യേണ്ടത്. സോ അടുത്ത അവറിലെ തിയറി ക്ലാസ് ഒന്നുമില്ല, ജസ്റ്റ് പ്രോബ്ലം തരും, അത് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.